അർപ്പിത പാർട്ട് 14. അപ്പു സിദ്ധുവിൻ്റെ റൂമിൽ നിന്നും ധൃതിക്ക് താഴേക്ക് ഓടി വരുന്ന കണ്ട് എല്ലാവരും അവളെ തന്നെ ഒന്ന് നോക്കി. എന്താ മോളെ ഇങ്ങനെ ഓടി വരുന്നത്? എന്താടി അപ്പു, നിന്നെ വല്ല പട്ടി ഓട്ടിച്ചോ? അഖിൽ ഒരു കുസൃതിയോടെ ചോദിച്ചു. അഖിലിനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് അപ്പു തിരിഞ്ഞ് സ്റ്റെയറിലേക്ക് നോക്കിയപ്പോൾ അവനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ചെറുചിരിയോടെ ഇറങ്ങി വരുന്ന സിദ്ധുവിനെ കണ്ട് എല്ലാവരും അവനെ തന്നെ നോക്കി. കുറേ നാളെ അവൻ്റെ മുഖത്ത് ഇങ്ങനെ ഒരു ചിരി കണ്ടിട്ട് എല്ലാവരും അതേ ചിരിയോടെ തന്നെ അവനെ വരവേറ്റു. എല്ലാവരും ഡൈനിങ് ഏരിയയ്ക്ക് ചുറ്റുമിരുന്ന് ലഞ്ച് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സിദ്ധുവിൻ്റെ അച്ഛൻ മാധവ് അവനോടായി, നീ അഭിലാഷിനെ പറഞ്ഞു വിട്ടോ? അതെ എന്നർത്ഥത്തിൽ സിദ്ധു ഒന്ന് മൂളി. കൂടുതലൊന്നും അവൻ സംസാരിച്ചില്ല. എന്നാൽ അതിന് വ്യക്തമായ മറുപടി നൽകിയത് അഖിലായിരുന്നു. പിന്നെ എന്ത് വേണമായിരുന്നു അച്ഛാ? കൂടെ നിന്ന് ചതിക്കുന്നവനെ കൂടെ കൂട്ടണമായിരുന്നോ? മാധവ് ഗ്രൂപ്പ്സിലേക്ക് ജോയിൻ ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിനും ആദ്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഒറ്റ കാര്യം ഇത് തന്നെയാണ്. മാധവ് ഗ്രൂപ്പ്സിൽ സ്വന്തം ബിസിനസ്സായി തന്നെ കാണണം. അതുകൂടാതെ കൂടെ നിന്ന് ചതിക്കാൻ നിൽക്കരുത്. ചതിക്കാൻ നിന്നാൽ പിന്നെ ആയുഷ്കാലം ഒരു ബിസിനസ്സിലും തങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ഒരു ജോലി നിങ്ങൾക്ക് കിട്ടില്ല. മാധവ് ഗ്രൂപ്പ്സ് എല്ലാം ക്ഷമിക്കും, കൂടെ നിന്ന് ചതിക്കുന്നതൊഴികെ. അത് പറഞ്ഞ് മനസ്സിലാക്കി തന്നെയല്ലേ അച്ഛാ അന്ന് നമ്മൾ അവനെ ജോലിക്കെടുത്തത്? മാധവ് ഗ്രൂപ്പ്സിൻ്റെ ചരിത്രം എല്ലാം അവൻ അറിയാവുന്നതുമാണ്. അവൻ്റെ ആവശ്യപ്രകാരം ഞങ്ങളോട് അവൻ്റെ ആവശ്യം പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ കൊടുക്കില്ലായിരുന്നോ അവന് വേണ്ടുന്നത്? അതുകൂടാതെ അവൻ്റെ സാലറിയിൽ നിന്നും ഒരു രൂപ പോലും കട്ട് ചെയ്യാതെ. അപ്പോഴവൻ അതല്ലല്ലോ ശ്രമിച്ചേ. അവൻ ഇരിക്കുന്നിടം കുഴിച്ചുകൊണ്ട് നമുക്കെതിരെ പണി തന്നുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാനല്ലേ. അന്നേരം പിന്നെ അവനെ വീണ്ടും വെച്ച് പൊറിപ്പിക്കണോ? അതിൻ്റെ ആവശ്യമൊന്നുമില്ലച്ചാ. അഖിൽ പറഞ്ഞു നിർത്തിയ മാധവ് ഒരു ചെറു ചിരിയോടെ. എന്നിട്ട് ഐശ്വര്യ ഗ്രൂപ്പിൻ്റെ ഓണറിന് എന്താണ് മോനെ സംഭവിച്ചേ? അത് പിന്നെ അഖിൽ തല ചൊറിഞ്ഞു. സിദ്ധുവിനെ ഒന്ന് നോക്കി. സിദ്ധു പ്രത്യേകിച്ച് ഭാവവ്യത്യാസമൊന്നുമില്ലാതെ, അവൻ നമ്മുടെ കമ്പനി തകർക്കാനല്ലേ നോക്കിയത്. അന്നേരം പിന്നെ അവനൊരു 8ൻ്റെ പണി കൊടുക്കാതിരിക്കാൻ പറ്റുമോ അച്ഛാ? സിദ്ധു ആയിരുന്നു മറുപടി പറഞ്ഞ്. മോനെ സിദ്ധു, ഇപ്പോൾ ഐശ്വര്യ ഗ്രൂപ്പ്സ് അത്ര നല്ല നിലയ്ക്കൊന്നുമല്ല. പഴയ പ്രതാപമോ പ്രൗഢിയോ ഒന്നും ഐശ്വര്യ ഗ്രൂപ്പ്സിന് ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് അവരായി ഒന്ന് ശ്രമിച്ചു നോക്കിയതാ. അവർ ശ്രമിച്ചതും അവർക്ക് കിട്ടി. അതും അഭിലാഷിനെ പോലെ നല്ല എഫിഷ്യൻ്റായിട്ടുള്ള ഒരാളെ. അതും കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതും എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരുത്തനെ തന്നെ. അവർ അതൊന്ന് പ്രയോജനപ്പെടുത്തി നോക്കി. നീ അതൊന്ന് കണ്ണടച്ച് വിട്ടാൽ പോരായിരുന്നോ? ഇത്രത്തോളം അയാളെ ഉപദ്രവിക്കേണ്ട ആവശ്യമില്ല. അതുകൂടാതെ അവരുടെ ആ ബിസിനസ് എല്ലാം നീ തുച്ഛമായ വിലയ്ക്ക് വാങ്ങിക്കൂട്ടുകയും ചെയ്തല്ലോ അച്ഛാ. അത് തുച്ഛമായ വിലയല്ല, 10 കോടി രൂപ കൊടുത്തിട്ടാണ് അയാളുടെ ഉള്ള ബിസിനസ് എല്ലാം വാങ്ങിയത്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ലോസ് തന്നെ. ഇപ്പോൾ ഐശ്വര്യ ഗ്രൂപ്പ്സ് അച്ഛൻ പറഞ്ഞതുപോലെ വലിയ പ്രതാപമോ കാര്യങ്ങളോ ബിസിനസ് ഒന്നും തന്നെ നടക്കുന്നില്ല. പിന്നെ നീയൊക്കെ എന്തിനാടാ 10 കോടി കൊടുത്ത് അത് വാങ്ങിച്ച? അയാളുടെ കഷ്ടപ്പാടല്ലേ അച്ഛാ. അതുകൊണ്ട് അത് വാങ്ങിക്കുമ്പോൾ അയാളുടെ മനസ്സൊന്നും ഉരുകരുതല്ലോ. ഇപ്പോൾ നടക്കുന്ന ബിസിനസ് വെച്ച് ഇത് അയാൾക്കൊരു ലാഭം തന്നെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു നഷ്ടവും. എന്തായാലും ഐശ്വര്യ ഗ്രൂപ്പ്സ് മാധവ് ഗ്രൂപ്പ്സുമായി മെർജ് ചെയ്ത് അതൊക്കെ നമുക്ക് വീട്ടിയെടുക്കാം. പിന്നെ അച്ഛൻ ഞങ്ങളെ അത്ര ചെറുതാക്കിയൊന്നും കാണണ്ട. അച്ഛൻ ദുബായിലെ ബിസിനസ് എല്ലാം ഡിസ്ക്ലോസ് ചെയ്തിട്ട് നാട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ടും ഞങ്ങളത് ഡിസ്ക്ലോസ് ചെയ്യാതെ ആൽഫീത് കളത്തിൽ പറമ്പനെ ഏൽപ്പിച്ചിട്ടല്ലേ ഇങ്ങോട്ട് വന്നത്. അവൻ നല്ല വൃത്തി വെടുപ്പായിട്ട് നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവന്നു. അഖിൽ അത്രയും പറഞ്ഞപ്പോഴാണ് അവന് താൻ എന്തോ അബദ്ധമായി കാട്ടിയെന്ന് മനസ്സിലായത്. അവൻ എല്ലാവരെയും തല ഉയർത്തി ഒന്ന് നോക്കി. എല്ലാവരും അവനെ തന്നെ നോക്കിയിരിക്കുന്നത് കണ്ട് അവൻ തല ചരിച്ച് സിദ്ധുവിനെ ഒന്ന് നോക്കി. സിദ്ധു അവനെ ഗൗരവത്തിൽ ഒന്ന് നോക്കി. എടാ, അറിയാതെ ഒരു ഫ്ലുവൻറ്റിന് വായിന്നങ്ങ് വീണുപോയി. സോറിടാ, ഇതാവർത്തിക്കത്തില്ല. ഇനി നീ എന്താവർത്തിക്കാനാ? പറയാനുള്ളതെല്ലാം നല്ല വെടുപ്പായിട്ട് അച്ഛൻ്റെ മുന്നിൽ പറഞ്ഞിട്ട് ഇനി നീ എന്താടാ പറയാനിരിക്കുന്നത്? പല്ലും കൂട്ടിപ്പിടിച്ച് അവനോട് ഉള്ള ദേഷ്യം മൊത്തം കടിച്ചമർത്തി സിദ്ധു ചോദിച്ച് വീണ്ടും ഫുഡിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. ഇവർ രണ്ടുപേരുടെയും കാട്ടിക്കൂട്ടൽ എല്ലാം കണ്ട് മാധവ് ഒരു ചിരിയോടെ സിദ്ധുവിനോടെ, എൻ്റെ പൊന്ന് സിദ്ധു, നീ അവനെ കടിച്ചു കീറണ്ട. നീ 2 എണ്ണം ആ ബിസിനസ് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ലെന്നുള്ളത് നല്ലപോലെ എനിക്കറിയാവുന്ന കാര്യമാണ്. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ ആൽഫയെക്കുറിച്ച് ഞാനൊന്ന് തിരക്കി. അവരെക്കുറിച്ച് അറിഞ്ഞത്
വീരചരിത്രം തന്നെ വേണം അവനെക്കുറിച്ച് പറയണമെങ്കിൽ. നമ്മുടെ സിദ്ധുവിനെ മറ്റൊരു വേർഷൻ, അതും എക്സ്ട്രീം ലെവൽ. മാധവ് പറഞ്ഞു നിർത്തിയതും എല്ലാവരും മാധവിനെ തന്നെ നോക്കി നിന്നു. മനസ്സിലായില്ലല്ലേ? നമ്മുടെ സിദ്ധുവിന് ദേഷ്യം വന്നാൽ എല്ലാം തല്ലിപ്പൊളിക്കും. അത് മാത്രമല്ല, കാര്യങ്ങൾ തിരക്കി അറിഞ്ഞിട്ടല്ല ഉള്ളു ഇവൻ എന്തെങ്കിലും ചെയ്യുക. എന്നാൽ അവൻ അങ്ങനെയല്ല. ആദ്യം പ്രതികരിക്കുക, പിന്നെ കാര്യം തിരക്കുക. അത് തെറ്റായാലും ശരിയായാലും അവൻ പ്രതികരിക്കും. അത് മുന്നിൽ നിൽക്കുന്ന എത്ര വലിയവനോ ചെറിയവനോ എന്ന ഭാവവ്യത്യാസം ഇല്ലാതെ തന്നെ. പിന്നെ പുള്ളിക്കാരൻ്റെ ജീവിതത്തിലേക്ക് ഇന്നോളം ഒരു പെണ്ണും എത്തി നോക്കിയിട്ടില്ല. എന്ന് വെച്ചാൽ എത്തി നോക്കാഞ്ഞിട്ടല്ല, എല്ലാ പെൺകുട്ടികൾക്കും അവനെ പേടിയാ. അത് തന്നെ സത്യം. ആരെങ്കിലും അറിഞ്ഞവനോട് ഇഷ്ടം പറഞ്ഞാൽ പിന്നെ അവരെ ചുവരിൽ തൂക്കേണ്ട രീതിയിലാക്കി തീർക്കും അവൻ. അതുകൊണ്ട് എല്ലാ പെൺകുട്ടികളും അവരിൽ നിന്നും അല്പം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് തന്നെ നിൽക്കുന്നത്. അവനെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു അട്രാക്ഷൻ ഉണ്ടെങ്കിലും അവൻ്റെ സ്വഭാവം ആലോചിക്കും. പിന്നെ ആ വശത്തോട്ട് പോലും ഒരു പെൺപിള്ളേരും തിരിഞ്ഞു നോക്കത്തില്ല. പിന്നെ അവൻ്റെ മറ്റൊരു ദുശീലം, നല്ല പോലെ മദ്യപിക്കും. മദ്യപിച്ച് കഴിഞ്ഞാലോ അവൻ്റെ പാട്ടും കച്ചേരി അത് തന്നെ സഹിക്കാൻ പറ്റില്ല. ഹൊറിബിൾ. മാധവ് ഒരു ചിരിയോടെ തന്നെ പറഞ്ഞു നിർത്തി. അഖിൽ മാധവിനെ തന്നെ നോക്കിന്ന്. ഇതൊക്കെ അച്ഛൻ എങ്ങനെ? ഞാൻ നിൻ്റെയൊക്കെ അച്ഛനല്ലയോടാ, അന്നേരം ഇതൊക്കെ അറിയാതിരിക്കുമോ? ഇനി എപ്പോഴാണ് ആൽഫി ഇങ്ങോട്ടുള്ള എൻട്രി? എന്തായാലും ഇത്രയൊക്കെ നടത്തിക്കൂട്ടി നീയൊക്കെ വള്ളി പുള്ളി തെറ്റാതെ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. അവൻ അവിടെ ഇരിക്കപ്പുറതി ഇല്ലാതെ ഇരിക്കുമായിരിക്കും. എപ്പോഴാ? നാളെ ലാൻഡ് ചെയ്യുവച്ച. അഖിൽ ഒരു ഫ്ലോയിൽ അതും അങ്ങ് പറഞ്ഞു. മാധവ് അവനെ ഒന്ന് നോക്കി. സിദ്ധു വീണ്ടും ഇവനെ. സിദ്ധു പല്ലും കഴിച്ചുകൊണ്ട് അഖിലിന് നേരെ തിരിഞ്ഞതും അഖിൽ, അയ്യോ അളിയാ, ഒന്നുകൂടി ക്ഷമിക്കടാ പ്ലീസ് ഡാ, അറിയാതെ വന്നു പോയതാടാ. ആഹാരം കഴിക്കുന്നതിൽ എഴുന്നേറ്റ് അഖിൽ അത്രയും പറഞ്ഞ് മുകളിലത്തെ സ്റ്റെപ്പുകൾ ഓടിക്കയറി. എടാ, ഞാൻ എന്ത് വിശപ്പോടാ വന്നിരുന്നേന്ന് നിനക്കറിയാവടോ? ഒന്ന് കഴിച്ച് തീർക്കാൻ പോലും സമ്മതിച്ചില്ല തെണ്ടി. അവൻ മുകളിലേക്ക് കയറുന്ന പടികൾ കയറിക്കൊണ്ട് പറഞ്ഞു. നിന്നോടൊക്കെ ദൈവം ചോദിക്കടോ, വിശന്ന് വലഞ്ഞ് നടക്കുന്ന ഒരു മനുഷ്യൻ്റെ വിശപ്പടക്കാൻ പോലും സമ്മതിക്കത്തില്ല തെണ്ടി. വീണ്ടും അവൻ പറഞ്ഞ് തിരിഞ്ഞു നോക്കി. ഡാ, നിന്നോട് ദൈവം ചോദിക്കടാ. അവൾ കൈ കൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ട് പറഞ്ഞു. എന്നോട് ദൈവമൊന്നും ചോദിക്കത്തില്ല. ഒരു രഹസ്യം പോലും സൂക്ഷിക്കാൻ അറിയാതെ നിന്നെയൊക്കെ ഞാൻ കൂടെ കൂട്ടി എന്ത് ധൈര്യത്തിലാടാ? അത്തരം പറഞ്ഞ സിദ്ധു കഴിക്കുന്നിടത്തു നിന്ന് എഴുന്നേറ്റ്. മാധവ് അല്പം ഗൗരവത്തോടെ സിദ്ധുവിനെ വിളിച്ചു. സിദ്ധു തിരിഞ്ഞു നിന്നു. ആൽഫി ഇപ്പോൾ നാട്ടിലേക്ക് വരുന്നതിൻ്റെ ഉദ്ദേശം എന്താ? അത് അവൻ്റെ കളത്തിൽ പറമ്പിൽ ഫാമിലീസിനെ എല്ലാവരെയും ഒന്ന് കാണണം. അവൻ ഒരു ബിഗ് സീറോ ആയിട്ടല്ല ഇപ്പോൾ ജീവിക്കുന്നതെന്ന് അവരെയൊക്കെ ഒന്ന് ബോധ്യപ്പെടുത്തണം, അത്രമാത്രം. പിന്നെ കുറച്ച് ദിവസം ഞങ്ങളോടൊപ്പം ഇവിടെ താമസിക്കണം, അതേ ഉള്ളൂ. പ്രത്യേകിച്ച് ഇതുവരെ ഷെഡ്യൂളൊന്നും ആയിട്ടില്ല, ഇത്ര മാത്രമേ ഉള്ളൂ അവൻ്റെ ഷെഡ്യൂളിലിപ്പോൾ. സിദ്ധു അത്രയും പറഞ്ഞ് മാധവനെ തിരിച്ച് ഒന്നും പറയാനുള്ള അവസരം കൊടുക്കാതെ അവൻ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയി. ഇവരുടെ ഈ പോക്കുകളെല്ലാം കണ്ടുകൊണ്ട് ഐഷുവും അപ്പു ഇരുന്നു. ഐഷു അപ്പോഴും എന്തൊക്കെ ആലോചനയിലായിരുന്നു. അത് കണ്ട് അപ്പു ഐഷുവിനെ ഒന്ന് തട്ടി. എന്താടി? ഏയ് ഒന്നുമില്ല, എനിക്ക് സിദ്ധുവേട്ടനെ ഒന്ന് കാണേണ്ട ആവശ്യമുണ്ട്. അത്രയും പറഞ്ഞുകൊണ്ട് ഐഷു പെട്ടെന്ന് തന്നെ കഴിച്ചെഴുന്നേറ്റ് നേരെ മുകളിലേക്ക്. അവൾക്ക് തൊട്ട് പിന്നാലെ തന്നെ അപ്പുവും. ഇവൾക്കെന്താ ഇത്ര കാര്യമായിട്ട് അങ്ങനോട് പറയാനുള്ളത്? അത് അറിയാൻ എന്ന ഭാവത്തിൽ തന്നെ അപ്പുവും അവർക്ക് പിന്നാലെ തന്നെ ചെന്നു. ബാൽക്കണി ഏരിയയിൽ രണ്ടുപേരും ഇരിപ്പുണ്ട്, എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട്. അപ്പോഴാണ് ഐഷു അവർക്ക് മുന്നിൽ ചെന്ന്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തെന്നർത്ഥത്തിൽ സിദ്ധു ഐഷുവിനെ നോക്കി. ഞാൻ പറയുന്നത് ശരിയാണോ അതോ എൻ്റെ മാത്രം തോന്നലാണോ എനിക്കറിയില്ല. എങ്കിലും സിദ്ധുവേട്ടൻ ഇതിനെക്കുറിച്ച് ഒന്ന് തിരക്കിയതിന് ശേഷം മാത്രം ഇതിനെതിരെ ആക്ഷൻ എടുത്താൽ മതി. അതിനു മുമ്പ് നീ എന്താ കാര്യമെന്ന് പറ. അഖിൽ ഇടയിൽ കയറി ഐഷുവിനോടായി പറഞ്ഞു. അതുതന്നെയാ പറഞ്ഞേ, എടുത്തു ചാടി ഒരു ബുദ്ധിശൂന്യതയും കാട്ടരുത്. അത് ചിലപ്പോൾ നമുക്ക് തന്നെ വലിയൊരു ലോസിന് കാരണമായേക്കാം. എൻ്റെ മനസ്സ് അങ്ങനെ പറയുന്നു. ആദ്യം നീ കാര്യം പറയടി. ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കണോ വേണ്ട എന്ന് ഞങ്ങളല്ലേ തീരുമാനിക്കുന്നേ. അത് പറഞ്ഞതും അഖിലിനെ ഒന്ന് തറപ്പിച്ച് നോക്കി സിദ്ധുവിന് നേരെ തിരിഞ്ഞ്,
സിദ്ധു ഏട്ടാ, നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റ് എല്ലാം തന്നെ വിസിറ്റ് ചെയ്ത് അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന ഒരാളില്ല, അയാളുടെ പേരെന്താ, ഞാനതങ്ങ് മറന്നുപോയല്ലോ. നിരഞ്ജൻ. അപ്പോഴാണ് പറഞ്ഞത്. അത് തന്നെ, അയാൾ ഇവിടെ വന്നത് ഞങ്ങളും ഒരുമിച്ച് തന്നെയായിരുന്നു. ആദ്യമൊക്കെ വലിയ സാമ്പത്തികമായുള്ള സ്ഥിതിയിലുള്ള ആളായിട്ട് തോന്നിയിട്ടില്ല. ഏകദേശം ഒരു 6 മാസത്തോളം അയാളിൽ വലിയ സംശയമൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷെ പിന്നീട് അങ്ങോട്ടുള്ളത് ഭാവം എല്ലാം തന്നെ മാറ്റം. പെട്ടെന്നൊരു ദിവസം വലിയ വില കൂടിയ ഒരു കാറിൽ വരിക, സിറ്റിയുടെ ഒത്തുനടുക്ക് തന്നെ കണ്ണായ സ്ഥലത്ത് നല്ലൊരു ഇരുനില വീട് വാങ്ങിക്കുക, അവിടെ താമസിക്കുക. നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്കും ഇത്ര പെട്ടെന്ന് തന്നെ ഇതുപോലെ ഒന്നും സാധിച്ചെടുക്കാൻ പറ്റില്ല. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ അതും ആ സിറ്റിയിൽ കണ്ണായ ഭാഗത്ത് അതും കോടികൾ വില വരുന്ന ഒരു വീടും ആ സ്ഥലവും വാങ്ങിക്കാൻ പറ്റൂ. എനിക്ക് എൻ്റേതായ ഒരു ഡൗട്ട് മാത്രം, എനിക്ക് അയാളിൽ ചില സംശയങ്ങളുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ പല ബിൽഡിങ്ങിൻ്റെയും അതേ പ്ലാനിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാണ് പല ബിൽഡിങ്ങും ഇന്ന് കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. കൺസ്ട്രക്ഷൻ സൈറ്റിലെ തൊഴിലാളികളും ഒരുപാട് കള്ളത്തരം കാട്ടുന്നുണ്ട്. നമ്മൾ പറയുന്നത് പോലെ ഉള്ള മെറ്റീരിയൽസ് ഒന്നും കറക്റ്റായ രീതിയിലും അതുപോലെ കറക്റ്റ് റേഷ്യോയിലുള്ള മെറ്റീരിയൽസ് ഒന്നും തന്നെ ഇടാതെയാണ് ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. നാളെ ഒരു സമയത്ത് അതെല്ലാം ഒരു ചോദ്യചിഹ്നം പോലെ മാധവ് ഗ്രൂപ്പ്സിനെതിരെ വരാൻ സാധ്യത ഒരുപാടാണ്. സാർ, ഇത് എനിക്കറിയാം ഐഷു. ഇതൊക്കെ ഐഷുവിന് എങ്ങനെ അറിയാം? പലപ്പോഴും പല കൺസ്ട്രക്ഷൻ സൈറ്റിൽ ചെല്ലുമ്പോഴും ജോലിക്കാരുടെ സംസാരം ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. സാറിനോട് പലപ്പോഴും പറയാനൊരുങ്ങിയിട്ടുണ്ട്. സാർ അപ്പോഴെല്ലാം വളരെ ദേഷ്യത്തോടെയല്ലേ സംസാരിക്കുന്നത്? അതിനിടയിൽ അഖിലിനെ പോലെ ആരും തന്നെ ഇല്ലായിരുന്നല്ലോ ഒരു മീഡിയേറ്ററായി ഞങ്ങളുടെ കാര്യം പറയാൻ. ഇതുപോലെ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലും എനിക്ക് ചെറിയ ചെറിയ സംശയങ്ങളുണ്ട്. ചെറിയ വയറുവേദനയൊക്കെയായി വരുന്നവരെല്ലാം എല്ലാ സ്കാനിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്ത് ഒരുപാട് പൈസ പിടുങ്ങാറുണ്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ. ഇതിൻ്റെയൊക്കെ മേൽനോട്ടം വഹിക്കുന്ന ആൾ തന്നെയാണെന്ന് എൻ്റെ ഡൗട്ട്. ഇതൊക്കെ ഐഷുവിന് അറിഞ്ഞിട്ടാണ് ഇത്രയും കാലം ഒന്നും മിണ്ടാതിരുന്നേ? ഇതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് എങ്കിലും ഇതിനൊന്നും വ്യക്തമായ തെളിവുകളൊന്നും എൻ്റെ കയ്യിലില്ല. അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാതെ ഇന്ന് എനിക്ക് ധൈര്യമായി സിദ്ധുവേട്ടനോട് കാര്യം പറയാം. സിദ്ധുവേട്ടന് അങ്ങനൊരു ഡൗട്ട് ഓൾറെഡി ഉണ്ടായിട്ടുണ്ട് എന്നെനിക്കിപ്പോൾ ബോധ്യമാണ്. അതുകൊണ്ടാണ് എൻ്റെ സംശയം കൂടി ഇതിനോട് ചേർത്ത് വെച്ചത്. എനിക്ക് മനസ്സിലാവും ഐഷു എന്തായാലും ഇതെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. എന്തായാലും ഞാൻ ഇനി നോക്കിക്കോളാം. ആൽഫി വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിനൊക്കെ ഒരു തീർപ്പുണ്ടാക്കാം. അത്രയും പറഞ്ഞ് സിദ്ധു അവിടെ നിന്നും എഴുന്നേറ്റതും അപ്പു അവൻ്റെ മുന്നിൽ കയറി നിന്ന്, എന്താ, എന്നോട് എന്തൊക്കെയോ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞതോ? അതൊക്കെ സംസാരിക്കാം, ഇന്ന് നല്ല മൂഡില്ല എന്തോ. അത്രയും പറഞ്ഞുകൊണ്ട് അപ്പുവിനെ മറികടന്ന് അവൻ തങ്ങളുടെ റൂമിലേക്ക് പോയി. അഖിൽ അപ്പുവിനെ നോക്കി, സാരമില്ലടി, നിന്നോട് പറയാനുള്ള എല്ലാം അവൻ മനസ്സ് തുറന്ന് തന്നെ പറയും. ഇപ്പോഴവനെ ഫ്രീ ആക്ക്. ഇവൾ പറഞ്ഞത് എല്ലാം അവൻ്റെ ഒരു ചെറിയ സംശയം മാത്രമായിരുന്നു. ഇത്ര ക്ലിയറായി ഇവൾ ഓരോ കാര്യങ്ങളും ശ്രദ്ധയോടെ അവനോട് പറഞ്ഞപ്പോൾ അവനത് ഒന്നുകൂടി വ്യക്തമായി. അവൻ്റെ കണ്ണെത്താത്തടത്തെല്ലാം ഓരോ കള്ളത്തരങ്ങൾ നടക്കുന്നു. അതിനൊക്കെ ഉപരി ഇത് തൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ട് രാവെന്നോ പകലെന്നോ കഷ്ടപ്പെട്ടതായതുകൊണ്ട് അത് ഇല്ലാതാക്കാനും അവന് മനസ്സ് വരുന്നില്ല. പിന്നെ ഇതൊക്കെ ചെയ്തവർക്ക് എന്ത് ശിക്ഷയാണ് അവൻ വിധിച്ചേക്കുന്നതെന്ന് കണ്ടറിഞ്ഞ് തന്നെ അറിയേണ്ടി വരും. അത്രയും പറഞ്ഞ് അഖിലും തങ്ങളുടെ റൂമിലേക്ക് പോയി. ഐഷുവും അപ്പോൾ പരസ്പരം ഒന്ന് നോക്കി. ബാ, ഇനി നമ്മളായി ഇവിടെ നിൽക്കുന്ന എന്തിനാ, നമുക്കും പോയി കുറച്ച് നേരം നമ്മുടെ റൂമിൽ റെസ്റ്റ് ചെയ്യാം. അത്രയും പറഞ്ഞ് ഐഷുവിൻ്റെ റൂമിലേക്കും അപ്പു സിദ്ധുവിൻ്റെ പിന്നാലെ അവരുടെ റൂമിലേക്കും ചെന്നു. സിദ്ധു കട്ടിലിൽ മലർന്ന് കിടക്കുന്നത് കണ്ട് അപ്പു അവനെ ശല്യം ചെയ്യാതെ ബാൽക്കണി ഏരിയയിലേക്ക് പോയതും അപ്പുവിനെ സിദ്ധു വിളിച്ചു. അപ്പു അവിടെ നിന്ന് അവനെ ഒന്ന് തിരിഞ്ഞു, ഇഞ്ഞു പാടോ, ഇവിടെ ഇരിയടോ, തനിക്കറിയണ്ടേ എന്തെന്നർത്ഥത്തിൽ അവൾ ഒന്ന് നോക്കി. ബാടോ, തന്നോട് പറയാമെന്ന് പറഞ്ഞതെല്ലാം ഞാൻ പറയാം. വേണ്ട, ഇപ്പോൾ വേണ്ട, ഇപ്പോഴാ മനസ്സ് കലങ്ങി മറിഞ്ഞ് കിടക്കുക.
അതെല്ലാം ഒന്ന് ശാന്തമാകട്ടെ, അതിനുശേഷം സമാധാനത്തെ പറഞ്ഞാൽ മതി. ഞാൻ എങ്ങും പോകുന്നില്ല, ഞാൻ ഇവിടെ തന്നെയുണ്ട്. അത്രയും പറഞ്ഞ് ഒരു ചിരി തൂകി അവൾ പുറത്തേക്ക് ബാൽക്കണി ഏരിയയിലേക്ക് പോയി. തൻ്റെ മനസ്സിലായതുപോലെ തന്നെ അവൾ തന്നോട് പറഞ്ഞല്ലോ. തൻ്റെ മനസ്സ് കലങ്ങിക്കിടക്കുകയാണെങ്കിലും അവളോട് പറഞ്ഞ വാക്ക് പാലിക്കാനാണ് താൻ ഇപ്പോൾ അവളെ വിളിച്ചത്. എങ്കിലും തൻ്റെ മനസ്സിൻ്റെ ആകുലത മനസ്സിലാക്കി അറിഞ്ഞു തന്നെ അവൾ തന്നോട് പെരുമാറിയതെല്ലാം അവന് വലിയ സന്തോഷം തുടങ്ങി. അവൾ ചെറിയ തോതിലെങ്കിലും തന്നെ അംഗീകരിച്ചു തുടങ്ങിയെന്ന് അവന് മനസ്സിലായി. ആ ചിരിയോടെ തന്നെ അവൾ കണ്ണടച്ച് എന്തൊക്കെ ആലോചനയിൽ മുഴുകി. എന്നാൽ സിദ്ധു അറിഞ്ഞിരുന്നില്ല തനിക്ക് ചുറ്റും ഒരുങ്ങുന്ന ചക്രവ്യൂഹം. അതുകൂടാതെ അതിൽ അകപ്പെട്ട് താൻ മനസ്സാവാച അറിയാത്ത കാര്യങ്ങൾക്ക് വരെ മറ്റുള്ളവരിൽ നിന്നും ക്രൂശിക്കപ്പെടാൻ പോകുകയാണ്. തനിക്ക് അപ്പോൾ താങ്ങും തണലുമായി അവൾ മാത്രമേ ഉണ്ടാകൂ എന്ന്. പിറ്റേന്ന് രാവിലെ തന്നെ അഖിലും സിദ്ധുവും ഓഫീസിലേക്ക് പോകാൻ റെഡിയായി ഇറങ്ങിയതും അപ്പു ഐഷു അവിടെ ഇരിക്കുന്നത് കണ്ട് അഖിൽ അവരോടായി, നിങ്ങൾ രണ്ടും ഇന്ന് വരുന്നില്ലേ? ഇല്ല, 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് വന്നാൽ മതിയെന്ന് സിദ്ധു ഏട്ടൻ്റെ സ്പെഷ്യൽ പെർമിഷൻ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഐഷു അല്പം ഗമയിൽ തന്നെ അഖിലിനോട് പറഞ്ഞ് തൻ്റെ ഉടുപ്പിൻ്റെ കോളറൊന്ന് പൊക്കി. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് രണ്ടുപേരും അങ്ങോട്ട് ഇറങ്ങുന്ന ടൈമിലാണ് സിദ്ധുവിനോട് അഖിൽ പറഞ്ഞു, ഞാൻ ഇപ്പോൾ വരാം. അത്രയും പറഞ്ഞ് ഐഷുവിൻ്റെ അപ്പുവിൻ്റെ അടുത്തേക്ക് വന്ന്, നീ രണ്ടും ഇന്ന് വരുന്നില്ലല്ലോ? ഉറപ്പാണേ? ഉറപ്പാ. എന്നാലേ ഇന്ന് പുതിയ പിയെ വരുന്നു, അതൊരു പെൺകൊച്ച്, നല്ല ചുന്ദരി ഒരു പെണ്ണ്. അത്രയും പറഞ്ഞ് അഖിൽ മുന്നോട്ട് നീങ്ങി ഐഷുവിൻ്റെ കവിളിലായി ഒരു ഉമ്മയും കൊടുത്ത് അവിടുന്ന് ഒരൊറ്റ ഓട്ടം ഓടി. ഐഷു, ഡോ നിങ്ങൾക്ക് നീ പോടി. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ ഓടിച്ചെന്ന് സിദ്ധുവിൻ്റെ കാറിൽ കയറിയതും സിദ്ധു മുന്നോട്ട് കാറെടുത്തു. എന്താടാ അവിടെ കേട്ടത്? ഏയ് ഒന്നുമില്ലയോ? നിനക്ക് തിരിച്ചു വരുമ്പോൾ ഒരു പെട്ടി ഞാൻ ഓർഡർ ചെയ്യണോ? സിദ്ധു ഒരു തമാശയോടെ അഖിലിനോട് ചോദിച്ചു. എൻ്റെ പൊന്ന് സിദ്ധു, നീ അത്ര വലിയ ഭാരിച്ച കാര്യങ്ങളൊന്നും എടുക്കണ്ട. എന്തായാലും നീ ഓഫീസിലേക്ക് വിടും, നിൻ്റെ പുതിയ പിയെ നിന്നെ വെയിറ്റിങ്ങാ. അത്രയും പറഞ്ഞ് അഖിൽ ഒന്ന് നിർത്തിയതും സിദ്ധു ഒന്ന് അമർത്തി മൂളി. പിന്നെ അഖിൽ അല്പം ഗൗരവത്തിൽ, അവളുടെ ബയോഡേറ്റ ചെക്ക് ചെയ്തപ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നല്ലോ, ഇത് നമുക്കെതിരെ ആരോ കളിക്കാൻ വേണ്ടി അവളെ ഇറക്കിയതാ. എന്ത് ചെയ്യുമ്പോഴും സൂക്ഷിച്ചും കണ്ടും വേണം ഓരോ ചൂടും വെക്കേണ്ടത്. അവൾ എന്തിനാ ആർക്ക് വേണ്ടിയാ വന്നതെന്ന് കൃത്യമായി അറിയുന്നത് വരെ അവളെ അവിടെ വെച്ച് പൊറുപ്പിച്ചേ പറ്റൂ. അതിന് നമ്മളുടെ പെൺപിള്ളേരുടെ സഹായം കൂടി അത്യാവശ്യമാണ് അവളുമാരോട്. അതുകൊണ്ടാണ് ഇന്ന് വരുന്നോ എന്ന് ചോദിച്ചത്. എന്തായാലും എൻ്റെ ഊഹം ശരിയാണെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് കറക്റ്റ് 1 മണിക്കൂറിനുള്ളിൽ അവളുമാരും അവിടെ എത്തിയിരിക്കും. അത്രയും പറഞ്ഞ് അഖിൽ ഒന്ന് ചിരിച്ചു.